നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ അവസാനത്തെ ടോപ്പിക്കാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോളിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ബാൻഡ് തിയറി ഉപയോഗിച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അവസാനത്തെ ടോപ്പിക്ക്, സോളിഡ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അവസാനത്തെ ടോപ്പിക്ക് സോളിഡ്സിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ഡിസ്കഷനാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. അപ്പോ അതായത് എന്തിപ്പോ ഈ സോളിഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സോളിഡ്സ് മാഗ്നറ്റ് എന്നാണോ? സോളിഡ്സ് മാഗ്നറ്റ് എന്നാണോ? അതായത് സോളിഡ്സിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ചില സോളിഡ്സ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, വേറൊരു മാഗ്നറ്റിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് റിപ്പൽ ചെയ്യുന്നവരുണ്ട്, സ്ട്രോങ് ആയിട്ട് റിപ്പൽ ചെയ്യുന്നവരുണ്ട്. അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട്, വെരി വീക്ക് ആയിട്ടുള്ള അട്രാക്ഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ സോളിഡ്സിന്റെ ബിഹേവിയർ? റിപ്പൽ ചെയ്യുന്നുണ്ടോ, അട്രാക്ട് ചെയ്യുന്നുണ്ടോ? റിപ്പൽഷൻ ആണെങ്കിൽ വെരി വീക്ക് റിപ്പൽഷൻ ആണോ, വെരി സ്ട്രോങ് റിപ്പൽഷൻ ആണോ, അട്രാക്ഷൻ ആണെങ്കിൽ അതുപോലെയാണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പ് സാധാരണ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് വേറൊരു വസ്തു ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ആ വസ്തുവിനും ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇപ്പോൾ ഒരു കാന്തത്തിന്റെ അടുത്ത്, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് ഒരു ആണി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആണി എന്ത് ചെയ്യും? ആ മാഗ്നറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യും. കാരണം എക്സ്റ്റേണൽ മാഗ്നറ്റിന്റെ പ്രസൻസിൽ ആണി ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ആണി ഒരു സോളിഡാണ്. ഓക്കെ. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ചില സോളിഡ്സിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കിട്ടുന്നു. എങ്ങനെയാണ് അങ്ങനെ കിട്ടുന്നത്? ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടാനുള്ള കാരണം എന്താണ്? അതിന് കാരണം ഈ സോളിഡ്സിലെ ഇലക്ട്രോണുകളാണ്. ശരിക്കും നോക്കണം. The magnetic properties of solids is due to the electrons present in the solids. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. Magnetic properties of a solid is due to the presence of electrons or due to the peculiarity of electrons. എന്താണ് ആ പെക്യുലാരിറ്റി എന്ന് ഞാൻ പറയട്ടെ. ഏത് സോളിഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ആ ഇലക്ട്രോണുകൾക്ക്, ഇലക്ട്രോൺ മീൻസ് സോളിഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ ആറ്റങ്ങൾ കൊണ്ടാണ്. ആ ആറ്റങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഓർബിറ്റൽ മോഷനിലാണ് ഉള്ളത്. ആക്ച്വലി ഏതൊരു ഇലക്ട്രോണും രണ്ട് ടൈപ്പിലുള്ള മോഷനും ഉണ്ട്. ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ. കേൾക്കണേ, ഇതാണ് ഒരു സോളിഡിലെ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. കേൾക്കണം, ഒരു സോളിഡിലെ ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ഇലക്ട്രോൺ കറങ്ങുന്ന ഓർബിറ്റാണ് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ഈ ഓർബിറ്റിൽ കൂടിയിട്ട് ഇലക്ട്രോണ് ന്യൂക്ലിയസിനെ ചുറ്റും. സപ്പോസ് ദിസ് ഈസ് ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോൺ ആണിത്. അപ്പൊ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് ആ ഇലക്ട്രോൺ ഉണ്ട്. ആൻഡ് ദിസ് മോഷൻ ഈസ് കോൾഡ് ഓർബിറ്റൽ മോഷൻ. എന്നാണ് ഓർബിറ്റൽ മോഷൻ. ഓർബിറ്റൽ മോഷൻ. ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഈ ഒരു മോഷൻ കൂടാതെ ഇലക്ട്രോണ് വേറൊരു മോഷൻ കൂടിയുണ്ട്. ഇലക്ട്രോൺ ഇങ്ങനെ വട്ടം കറങ്ങുന്നതോടൊപ്പം തന്നെ ഇതാണ് ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. അത് സ്വയം കറങ്ങുന്നുണ്ട്. അത് സ്വയം കറങ്ങുന്നുണ്ട്. ഒരു ഇലക്ട്രോണ്, സപ്പോസ് ദിസ് ഈസ് ഇലക്ട്രോൺ, അതന്നെ, അത് കുറച്ച് വലുതായിട്ട് കാണിക്കുകയാണ്. ഇത് ഒരു ഇലക്ട്രോൺ ആണെന്ന് വിചാരിക്കുക. ഇത് ഇങ്ങനെ കറങ്ങുന്നതോടൊപ്പം അത് സ്വയം കറങ്ങുന്നുണ്ട്. That is called spin motion.
സ്പിൻ മോഷൻ. ഓക്കെ, സോ ഏതൊരു ഇലക്ട്രോണിനും ആറ്റത്തിനുള്ളിലുള്ള ഏതൊരു ഇലക്ട്രോണും രണ്ട് ടൈപ്പിലുള്ള മോഷൻ ഉണ്ട്, ഓർബിറ്റൽ മോഷൻ ആൻഡ് സ്പിൻ മോഷൻ. ഇനി നിങ്ങൾ അറിയേണ്ടത് ഏതൊരു ഇലക്ട്രോണിന് ചാർജ് പാർട്ടിക്കിൾ ആണ്, ചാർജുള്ള വസ്തുക്കൾക്ക് മോഷൻ സംഭവിച്ചാൽ അവിടെ കറന്റ് ഉണ്ടാവും. ശരിയല്ലേ? ചാർജുള്ള വസ്തുക്കൾ, ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്താൽ അവിടെ കറന്റ് ഉണ്ടാകും. ഓക്കെ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? അത് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ അതേപോലെ ഫിസിക്സിൽ മാഗ്നറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്ററിന്റെ എക്സ്പെരിമെന്റ് നിങ്ങൾ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ if there is a current there must be a magnetic field. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ ഇലക്ട്രോൺ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഓർബിറ്റ് എന്ന് പറയുന്നത് കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ? ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ ഓർബിറ്റിൽ കൂടി കറങ്ങുന്നു. ദാറ്റ് മീൻസ് ആക്ച്വലി ഇതെന്താണ്? കറന്റ് ഒഴുകുന്ന ഒരു ലൂപ്പാണ്. എന്താണ്? ലൂപ്പ്. കറന്റ് ഒഴുകുന്ന ഒരു ലൂപ്പാണ്. അല്ലെങ്കിൽ ഒരു കറന്റ് ക്യാരിങ് കോയിലായിട്ട് കൺസിഡർ ചെയ്യാം. ഫിസിക്സിൽ പഠിച്ച പോലെ ഒരു കറന്റ് ക്യാരിങ് കോയിലാണ് തന്നെയാണ് ലൂപ്പ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേൾക്കണേ, അങ്ങനെയാണെങ്കിൽ കറന്റ് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഓർബിറ്റും ഒരു മാഗ്നറ്റ് ആണ്. ടൈനി മാഗ്നറ്റ് ആണ്. എന്നാണ് ടൈനി മാഗ്നറ്റ്, ചെറിയ കാന്തമാണ്. ഓരോ ഓർബിറ്റും അല്ലെങ്കിൽ ഓരോ ആറ്റവും ഒരു ചെറിയ മാഗ്നറ്റ് ആണ്, കുഞ്ഞു കാന്തമാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കാന്തമാണ് എങ്കിൽ, മാഗ്നറ്റ് ആണ് എങ്കിൽ അതിലൊരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോളും സൗത്ത് പോളും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടെന്ന് പറയാം അല്ലെ? മനസ്സിലാകണം, ഇതൊരു കറന്റ് ക്യാരിങ് ലൂപ്പാണ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്. മാഗ്നറ്റ് ആണെങ്കിൽ ഇതിന് സൗത്ത് പോളുണ്ട്, നോർത്ത് പോളും ഉണ്ട്. അതെങ്ങനെ നമ്മൾ പറയും കേട്ടോ. സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട്. ഡൈപോൾ ഉണ്ടെങ്കിൽ ഒരു ഡൈപോൾ മൂവ്മെന്റും ഉണ്ട് അല്ലെ? മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടെങ്കിൽ ഒരു ഡൈപോൾ മൂവ്മെന്റും ഉണ്ട്. ഓക്കെ, അപ്പോ ഇലക്ട്രോണിന്റെ ഓർബിറ്റൽ മോഷൻ വഴി കിട്ടുന്ന ആ മൊമെന്റിന് പറയുന്ന പേരാണ് ഓർബിറ്റൽ മൊമെന്റ്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് എന്നാണ്. ഓർബിറ്റൽ മോഷൻ വഴി കിട്ടുന്ന ആ മൊമെന്റിന്റെ പേരാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഇതേപോലെ സ്പിൻ മോഷൻ വഴിയും ഒരു മൊമെന്റ് കിട്ടും. and that is called spin magnetic moment. സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, കറന്റ് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പാണ് ഓരോ ഓർബിറ്റും. അതായത് ഓരോ ആറ്റവും ഓരോ കുഞ്ഞു മാഗ്നറ്റ് ആണ്. അവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് രണ്ട് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് which is due to the orbital motion of electron and spin magnetic moment which is due to the spin motion of electron. Okay, then next. അപ്പൊ എന്താണ്? ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഇതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെ കണ്ടുപിടിക്കാം? അത് നിങ്ങൾ ഫിസിക്സിനെ പഠിച്ചിട്ടുണ്ട്. ക്ലോക്ക് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലെ? ക്ലോക്ക് റൂൾ ഉപയോഗിച്ചിട്ട് അത് കണ്ടുപിടിക്കാം. ഇലക്ട്രോൺ ഇപ്പൊ ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്ലോക്ക് വൈസിലാണ് കറന്റ് ഉള്ളത്. ശരിയല്ലേ? ക്ലോക്ക് വൈസിലാണ് കറന്റ് ഉള്ളത്. ആന്റി ക്ലോക്ക് വൈസിൽ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിൽ കറന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്ലോക്ക് റൂൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലൂപ്പില് കറന്റ് ഒഴുകുന്നത് കേൾക്കണം. ഒരു ലൂപ്പില് കറന്റ് ഒഴുകുന്നത്, നിങ്ങൾ ഒരു ലൂപ്പില് നോക്കുമ്പോൾ അവിടെ കറന്റ് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ കേൾക്കണേ, അവിടെ കറന്റ് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ, അതായത് ഇങ്ങനെ ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് സൗത്ത് പോളാണ്. ഓർമ്മിക്കാനുള്ളത് ഹിന്റാണ്. ഒരു ലൂപ്പിൽ കറന്റ് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ അതെന്താണ്? അത് സൗത്ത് പോളാണ്. അതേസമയം കറന്റ് ഒഴുകുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ അതെന്താണ്? അത് നോർത്ത് പോളാണ്. അങ്ങനെ മനസ്സിലാക്കോ? ഇതാ ആന്റി ക്ലോക്ക് വൈസിൽ കറന്റ് ഉണ്ട് എങ്കിൽ അത് നോർത്ത് പോളാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ഈ ഓർബിറ്റിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ കറന്റ് ഒഴുകുന്നത് എങ്ങനെയാണ്? അവിടെ കറന്റ് ഒഴുകുന്നത് ക്ലോക്ക് വൈസിലാണ്. അങ്ങനെയാണെങ്കിൽ ആ
ഇതിന്റെ മുകൾ ഭാഗം സൗത്ത് ആണ്, ഷുവറായിട്ടും താഴ്ഭാഗം എന്താണ് നോർത്താണ്. അപ്പൊ നോർത്തും സൗത്തും സെപ്പറേറ്റ് ചെയ്യപ്പെട്ട മാഗ്നറ്റ് ആണ് അല്ലെ. അപ്പൊ മാഗ്നറ്റ് അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്, ഒരു ഡൈപോൾ ആണ്. ഈ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട്, വിച്ച് ഇസ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൂവ്മെന്റ്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, നോർത്ത് ടു സൗത്ത്. Okay, since orbital magnetic moment is a vector which is directed from north to south, നമുക്ക് അതിനെ ഇങ്ങനെ കാണിക്കാം. ഇതാണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൂവ്മെന്റ്. ആരോമാണ് അപ്വേർഡ് ആയിട്ടുള്ള ഓർബിറ്റൽ മാഗ്നറ്റിക് മൂവ്മെന്റ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് ഡൈപോൾ മൂവ്മെന്റ് കണ്ടുപിടിക്കുക? ഓർമ്മയുണ്ടോ? ഡൈപോൾ മൂവ്മെന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കറന്റ് ഇൻടു ഏരിയ ഓഫ് ദി ലൂപ്പ്. കറന്റ് ഇൻടു ഏരിയ ഓഫ് ദി ലൂപ്പ് ഇസ് ദി മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈ മാഗ്നറ്റിക് ഡൈപോൾ എല്ലാ ആറ്റങ്ങളും, ഏത് ആറ്റം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം മാഗ്നറ്റ് ആണ് ഞാൻ പറഞ്ഞു. ഏത് എലമെന്റിന്റെ ആറ്റം എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഒരു ടൈനി മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പോ ആ മാഗ്നറ്റുകളിൽ ഏറ്റവും ചെറിയ മാഗ്നറ്റിക് മൂവ്മെന്റ് ഉള്ളത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ, ഹൈഡ്രജൻ എലമെന്റിന്റെ ആറ്റത്തിനാണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. എന്താണ്? ബോർ മാഗ്നറ്റോൺ, റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ ബോ, ഇത് ബി, ബോർ മാഗ്നറ്റോൺ. ഓക്കെ, ഇതാണ് ഏറ്റവും ചെറിയ, പിന്നെ എന്താ പറയാ, magnetic dipole moment associated with an atom, which is called Bohr magnetron. Okay, this is actually the magnetic dipole moment of hydrogen atom and is given by 9.27 into 10 raised to minus 24 എന്താ യൂണിറ്റ്? കറന്റിന്റെ യൂണിറ്റ് എന്താ? ആംപിയർ. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ആംപിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സംശയമില്ലല്ലോ. ബാക്കി എല്ലാത്തിന്റെയും ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടല്ലോ, ന്യൂബിയുടെ മൾട്ടിപ്ലൈ ആയിട്ട് വരും. ഏത് ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡൈപോൾ മൂവ്മെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ്, ഓർബിറ്റൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെന്റ് ഈ ന്യൂബിയുടെ മൾട്ടിപ്ലൈ ആയിട്ട് വരും. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആയി. അപ്പൊ എങ്ങനെയാണ് സോളിഡ്സിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. Okay, since electron has two type of motion, orbital motion and spin motion, associated with an electron there is two dipole moments. Okay, orbital dipole moment and spin dipole moment, or orbital magnetic moment or spin magnetic moment. Okay, ഇനി നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് ഈ എന്താ പറയാ സോളിഡ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് എന്തായാലും ഏതൊരു രീതിയിലുള്ള ഇന്ററാക്ഷൻ തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എങ്ങനെയാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പറയപ്പെടുന്ന സോളിഡ്സ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സോളിഡ്സിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. കേൾക്കണം. ഒന്ന് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. നമ്മൾ ഈ പിന്നെ കെമിസ്ട്രിയിൽ ഇതിന്റെ വളരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഫിസിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ഫിസിക്സിലുള്ള പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്റേണൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്താണ് ഓരോ സബ്സ്റ്റൻസ് നമ്മൾ പറയുന്നേ ഉള്ളൂ. സോ ഡയാമാഗ്നറ്റിക് സോളിഡ്സ് ഓർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. രണ്ടാമത്തത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്താണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, മൂന്നാമത്തത് ferromagnetic substances. Ferromagnetic substances. നാലാമത്തത് antiferromagnetic substances. antiferromagnetic substances.
ഓക്കെ, ഒന്നുകൂടി ഉണ്ട്, അഞ്ചാമത്തത്. 4 പറഞ്ഞ 5 ഉണ്ട്. അഞ്ചാമത്തത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഒന്നുകൂടി പറയാം, എന്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ? Depending on the behavior of a solid in the external magnetic field, solids are classified into 5: dia, para, ferro, antiferro, ferri. Okay, അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, വേറൊരു മാഗ്നറ്റിന്റെ പ്രസൻസിൽ വെച്ച് കഴിഞ്ഞാൽ, they are weakly repelled by the field. എന്താണ് weakly repelled? നേരെ കേൾക്കണേ, weakly repelled by the external field. Okay, ഇത്രയും വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുണ്ട്. weakly repelled by the external field. എന്തുകൊണ്ട് കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ്, ഇനി ഈ പറയപ്പെട്ട സബ്സ്റ്റൻസുകളെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഒരു ആറ്റത്തിൽ പോലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. എല്ലാ ഇലക്ട്രോൺസും പെയർ ആയിരിക്കും. ഓക്കെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ആറ്റങ്ങളിൽ ഒന്നിൽ പോലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അതിലെ എല്ലാ ഓർബിറ്റലിലുമുള്ള ഇലക്ട്രോൺസ് പെയർഡ് ആയിരിക്കും. ഓക്കെ, ആറ്റങ്ങളിൽ ഉള്ള ഇലക്ട്രോണുകൾ, അതായത് ആറ്റങ്ങളിലെ ഓർബിറ്റലിൽ ഉള്ള ഇലക്ട്രോണുകൾ എല്ലാം പെയർഡ് ആയിരിക്കും. നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. Unpaired electrons. Okay, then ഇതിന് എക്സാമ്പിൾ, അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, എക്സാമ്പിൾ എല്ലാം പഠിക്കണം. സോഡിയം ക്ലോറൈഡ്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, നമ്മുടെ ഉപ്പ്, അത് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ച് ശുദ്ധമാണെങ്കിലാണ്, അതായത് പിന്നെ ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ് ശരിക്കും നമ്മളിവിടെ പറയുന്നത്. Then sodium chloride, then TiO2, vanadium pentoxide, ammonia, benzene. Okay, എന്തായാലും എക്സാമ്പിൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതൊക്കെയാണ് സോഡിയം ക്ലോറൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, വനേഡിയം പെന്റോക്സൈഡ്, അമോണിയ ആൻഡ് ബെൻസീൻ. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റുകൾക്ക് എന്താണ് അതിന്റെ പെക്യുലാരിറ്റി? does not consisting of, never consisting of unpaired electrons. Then watch examples: MnCl, titanium dioxide, vanadium pentoxide, ammonia and benzene. Next, paramagnetic substances. ഇതെന്താ അറിയാവോ? When these substances are placed in external magnetic field, they are weakly attracted. ഇത് weakly repelled ആണ്. ഇവിടെ എങ്ങനെ അറിയാവോ? ഇവിടെ weakly attracted by the external field. Okay, weakly attracted by the field, external field. ചെറിയ attraction. Okay, വേറൊരു സംഗതി ഉണ്ടെന്ന് അറിയാവോ? When that external field is removed, it lost its magnetic property. ഇത് വീക്ക്ലി അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ചെറുതായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിന്റെ പ്രസൻസിൽ അതൊരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ആ എക്സ്റ്റേണൽ മാഗ്നറ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സാധാ വസ്തുവാണ്, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും, പിന്നെ അത് മാഗ്നറ്റ് അല്ല. ഓക്കെ, എന്താണ്? They lost their magnetism. ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ്. നമുക്ക് സിലബസിൽ നമുക്കൊന്നും ഇല്ലാത്തത് വളരെ ചുരുക്കി പറയാം കേട്ടോ. Lost their magnetism when external field is removed. When external field is removed. External field is removed.
ഇത് എന്തുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ വീക്കായിട്ട് അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു കൺസിസ്റ്റിംഗ് ഓഫ് these substances consist of unpaired electrons. ഒരുപാടില്ല കുറച്ച് unpaired electrons ഉണ്ടാവും. unpaired electronsന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ആക്ച്വലി ഈ സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആയത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട് മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ഫീൽഡ് ഇപ്പൊ നോർത്ത് ഇത് സൗത്ത് ആണെന്ന് വിചാരിക്കാം. ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത്. ഇങ്ങനെയാണ് ഫീൽഡ് അല്ല, ഫീൽഡിന്റെ ഡയറക്ഷൻ ഇപ്പോൾ നോർത്ത് ടു സൗത്ത് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള ഇത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏതൊരു ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റ് എവിടെ നിന്ന് എങ്ങോട്ടാ? അതിന്റെ നോർത്ത് നിന്ന് അതിന്റെ സൗത്തിലുണ്ട്. അത് ഈ ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. കുറച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് തന്നെ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് വീക്ക് ആയിട്ട് അട്രാക്ഷൻ. ബാക്കി എല്ലാ ഇലക്ട്രോൺസും ഭൂരിഭാഗം ഇലക്ട്രോൺസ് പെയ്ഡാണ്. പെയ്ഡായുള്ള കുഴപ്പമെന്താ? ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് പെയ്ഡാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാ കാണുക, ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാ കാണുക. അപ്പൊ എന്താവും? ഒന്നിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് മറ്റേ മാഗ്നറ്റിക് മൂവ്മെന്റുമായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടും. ഒന്നിന്റെ അങ്ങോട്ടാണെങ്കിൽ മറ്റൊന്നിന്റെ താഴോട്ടാണ്. ഓക്കെ, അപ്പോ ഇലക്ട്രോൺസ് പെയർഡ് ആകുമ്പോൾ മാഗ്നറ്റിക് മൂവ്മെന്റുകൾ ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പൊ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യും? അതിന്റെ മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ടാവും, അത് ക്യാൻസൽ ചെയ്യപ്പെടില്ല. അതെന്താണെന്ന് അറിയാവോ? എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ ആ ഫീൽഡിന്റെ ഡയറക്ഷൻ അറേഞ്ച് ചെയ്യും. അതിന്റെ എണ്ണം വളരെ കുറവായത് കൊണ്ടാണ് ഈ വീക്കായിട്ടുള്ള റിപ്പൾഷൻ അട്രാക്ഷൻ, വീക്കായിട്ടുള്ള അട്രാക്ഷൻ അതുകൊണ്ടാണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ നമ്മൾ +1 പറഞ്ഞുകൊണ്ടുള്ള സംഗതിയാണ് ഓക്സിജൻ. Oxygen is a paramagnetic substance. Then aluminium, manganese, Fe3+, Cr3+, then Cu2+. Okay. അപ്പോൾ അത് പഠിച്ചു. ഇനി അടുത്തത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൽ ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇത് എങ്ങനെയാണ്? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഇതിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലേ ഇല്ല. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, എണ്ണം കുറവാണ്. ഇവിടെ ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ആ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തായാലും മാഗ്നറ്റിക് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? അപ്പൊ സാധാരണ രീതിയിൽ എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കാത്ത സമയത്ത് ഇതാണ് നമ്മുടെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കാം. എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കാത്ത സമയത്ത് ആ ഓരോ മാഗ്നറ്റിക് മൂവ്മെന്റും അൺപെയ്ഡ് ഇലക്ട്രോൺ കാരണമുള്ള മാഗ്നറ്റിക് മൂവ്മെന്റ് റാൻഡമായിട്ട് ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ പല ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടാവും. This is magnetic moment due to one unpaired electron. This is another magnetic moment due to another electron. അങ്ങനെ ഇഷ്ടംമാതിരി അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ക്യാൻസൽ ചെയ്യപ്പെടാത്ത ഒരുപാട് എന്തുണ്ടാകും? മാഗ്നറ്റിക് മൂവ്മെന്റുകൾ ഉണ്ടാകും. ആ മൂവ്മെന്റുകൾ പക്ഷെ ആക്ച്വലി റാൻഡം ആയിട്ടാണ് ഓറിയന്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനെ എങ്ങാനും നിങ്ങളൊരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ എന്താണെന്ന് എല്ലാത്തിനും ഒരു റീഓറിയന്റേഷൻ, എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യപ്പെടുന്നത്. എങ്ങനെയാണെന്നറിയോ? എല്ലാവരും എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തിരിഞ്ഞു, നോർത്ത് ടു സൗത്ത് ആയിട്ട് നിങ്ങൾ തിരിഞ്ഞു. And hence they show large attraction in external magnetic field. Okay, so the ferromagnetic substances are the substances they attracted strongly by an external field. Okay, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? strongly attracted by the external field. Strongly attracted by the external field. Attracted by the external field. Strongly attracted by the external field. Next,
അതെന്താണ്, എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി presence of large number of unpaired electrons, and when they placed in an external field, they reoriented itself in the direction of magnetic field. That means all the magnetic moments are aligned in the direction of the external magnetic field. Okay. അപ്പോൾ ആക്ച്വലി ഇത് എന്താണ്? ആക്ച്വലി സംഗതി എന്ന് പറഞ്ഞാൽ ഇത് പാരാമാഗ്നറ്റിസത്തിന്റെ ഒരു ഹൈ ഗ്രേഡ് ആണ്. ലാർജ് പാരാമാഗ്നറ്റിസം is actually the ferromagnetism. The ferromagnetism is actually the high grade paramagnetism. Okay. അപ്പോൾ അവിടെ അലൈൻമെന്റ് ഒന്ന് കാണിക്കാൻ പറയും. പരീക്ഷയ്ക്ക് കുറെ അലൈൻമെന്റ് തന്നിട്ട് ഇത് ഏത് ടൈപ്പിലുള്ള സബ്സ്റ്റൻസ് എന്ന് ചോദിക്കും. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ എല്ലാ മാഗ്നറ്റിക് മൂവ്മെന്റുകളും ഇതൊരു മാഗ്നറ്റിക് മൂവ്മെന്റിനെ കാണിക്കുന്നതാണ്. എല്ലാ മാഗ്നറ്റിക് മൂവ്മെന്റും ഒരേ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. Alignment of magnetic moment is in the direction of external field. എല്ലാം ഒരേ ഡയറക്ഷൻ, എക്സ്റ്റേണൽ ഫീൽഡിൽ അതേ ഡയറക്ഷൻ അറേഞ്ച് ചെയ്യും. ഓക്കെ. എക്സാമ്പിൾ അയൺ Fe, നിക്കൽ കൊബാൾട്ട്, അയൺ, നിക്കൽ, കൊബാൾട്ട് ആൻഡ് CO2. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് വീക്ക്ലി അട്രാക്റ്റഡ് ആണ്, ഇത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. ഇവിടെ ഇലക്ട്രോൺസിന്റെ അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. ഇവിടെ ലാർജ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാരാമാഗ്നറ്റിസത്തിന്റെ ഹൈ ഗ്രേഡ് ആണ് ആക്ച്വലി ഫെറോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ മാറ്റി ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോസ് ദെയർ മാഗ്നറ്റിസം വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഇസ് റിമൂവ്ഡ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റിട്ടൈൻ ചെയ്യും. അത് മാഗ്നറ്റ് ആയിട്ട് തന്നെ വരും. ഓക്കെ. retain the identity, retain the magnetism when external field is removed. Okay, is removed. അപ്പോൾ ഇത്രയും പഠിച്ചല്ലോ, മൂന്നെണ്ണം പേരാണെന്ന് സംശയമില്ലല്ലോ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ എന്താ പറയുക, ഇതൊക്കെ മുമ്പ് കേട്ടിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. ഇത് പുതിയ രണ്ടെണ്ണമാണ്. ആന്റിഫെറോ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ട് എന്തായാലും ഇത് ഫെറോ തന്നെയാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്തായാലും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആ സബ്സ്റ്റൻസിനെ എടുത്തിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള അട്രാക്ഷനും ഇല്ല. സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ പോട്ടെ, വീക്ക് ആയിട്ടുള്ള അട്രാക്ഷൻ പോലും ഇല്ല, അട്രാക്ഷനേ ഇല്ല. Okay, that means these are the substances which are expected to possess large magnetism on the basis of a number of unpaired electrons, but actually they possess zero net magnetic moment. എന്താണ് അറിയാവുക, സംഗതി എന്താണ് അറിയാവുക, അതാണ് പറയേണ്ടത്. ഓക്കെ. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ അൺപെയ്ഡ് ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഓരോ ഡൈപോൾ മൊമെന്റുകൾ ഉണ്ടാവുമല്ലോ. ഇതാണ് ആ ഡൈപോൾ മൊമെന്റുകൾ എന്ന് വിചാരിക്കും. ഏത് പറഞ്ഞാൽ നേരത്തെ അവിടെ കാണിച്ചതുപോലെ ഡൈപോൾ മൊമെന്റുകളുണ്ട്. ഓരോ അൺപെയ്ഡ് ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡൈപോൾ മൊമെന്റ് ആണ്. എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുന്നതിന് മുമ്പ് അതെങ്ങനെയാണുള്ളത്, അത് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ എന്താണ് അറിയാവുക, എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ നേരെ പകുതി ആൾക്കാർ ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ അലൈൻ ചെയ്യും. ഈ സബ്സ്റ്റൻസിനെ ഞാൻ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചു, നോർത്ത് സൗത്ത്. ഓക്കെ, നോർത്ത് സൗത്ത്. എക്സ്റ്റേണൽ ഫീൽഡിൽ അതിനെ കൊണ്ടുപോയിട്ട് വെച്ചപ്പോൾ നേരെ പകുതി എണ്ണം എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യും, നോർത്ത് ടു സൗത്ത്. നേരെ പകുതി എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അലൈൻ ചെയ്യും. 10 ഉണ്ടെങ്കിൽ 5 ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആൻഡ് ദി റിമൈനിങ് ആർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് അലൈൻഡ്. ഓക്കെ, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ആയിട്ട് എന്താണ് ഈക്വൽ ആയിട്ടുള്ള അലൈൻമെന്റ് സംഭവിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും,
ഇത് കാരണമുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഇത് ക്യാൻസൽ ചെയ്യും, ഇത് കാരണമുള്ള മാഗ്നറ്റിക് മൊമെന്റ് ഇത് ക്യാൻസൽ ചെയ്യും, അതേപോലെ ബാക്കി വരും. സോ ദേ പോസസ് ദി സീറോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, നോ അട്രാക്ഷൻ. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? എക്സ്പെക്റ്റഡ് large magnetism but actually possess zero net magnetic moment. Okay, expect large magnetism, അതായത് ലാർജ് മാഗ്നറ്റിസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? സ്ട്രോങ് അട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാർജ് മാഗ്നറ്റിസം ഓൺ ദി ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് but actually possess zero net magnetic moment. Okay, അപ്പോ അവിടെ അലൈൻമെന്റ് എങ്ങനെയാണ്? അലൈൻമെന്റ് എന്താണ്? magnetic moments are equally aligned in opposite directions. Okay, magnetic moment due to the unpaired electrons are equally aligned in opposite directions. Okay, in exam അതിന്റെ എക്സാം ആകെ രണ്ടെണ്ണം മാത്രം, MnO and MnO2, MnO and MnO2. Manganese oxide, manganese dioxide. Okay, ഇനി ലാസ്റ്റ് വൺ, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഇവിടെ ഇതിലുള്ള പോലെ തന്നെ, ഫെറോയിലുള്ള പോലെ തന്നെ, ആന്റി ഫെറോയിലുള്ള പോലെ തന്നെ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ കേസിലും ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അത് ഫെറോ ആയിരിക്കും, അതായത് സ്ട്രോങ് മാഗ്നറ്റിസം കാണിക്കും. കുറച്ച് അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നല്ല, ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് എക്സ്പെക്ടഡ് ടു ബി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ബട്ട് ആക്ച്വലി they possess a small magnetism. അതായത് ചെറിയ രീതിയിലുള്ള അട്രാക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. വലിയ രീതിയിലുള്ള അട്രാക്ഷൻ കാണിക്കുന്നില്ല. അതായത് പാരാമാഗ്നറ്റിക്കിനെ പോലെ ബിഹേവ് ചെയ്യും. എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഫെറോ ആണ്, പക്ഷെ ബിഹേവ് ചെയ്യുന്നത് പാര പോലെയാണ്. പാര എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് പാര ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒരുപാടുണ്ട്. അപ്പൊ പ്രതീക്ഷിക്കുന്നത് ഇതാണെന്നാണ്, പക്ഷെ ശരിക്കും അതുപോലെ ബിഹേവ് ചെയ്യും. കാരണം എന്നതാണ് ഇവിടെ എന്തുകൊണ്ടാണ് സംഭവിച്ചു? അൺപെയർഡ് ഇലക്ട്രോൺസ് കാരണമുള്ള മാഗ്നറ്റിക് മൂവ്മെന്റ് ഈക്വലായിട്ട് അലൈൻ ചെയ്തതല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നില്ല. എല്ലാം ഒരു ഡയറക്ഷനിൽ അലൈൻ ചെയ്താൽ അത് ഫെറോ ആയി. എല്ലാം ഉള്ളതിൽ നേരെ പകുതി ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആന്റി ഫെറോ ആയി. ഇവിടെ അങ്ങനെ അറിയാവോ? ഒരേ ഡയറക്ഷനിൽ എല്ലാം അലൈൻ ചെയ്യുന്നില്ല, ഈക്വൽ ഹാഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് അലൈൻ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അറിയാവോ? അൺഈക്വൽ ആയിട്ടുള്ള അലൈൻമെന്റ് 10 ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ, 4 ഒരു ഡയറക്ഷനിലും 5 വേറൊരു ഡയറക്ഷനിലും. അപ്പൊ എന്താണ് അറിയാവോ? ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു, ഈ ഒന്ന് മാത്രം ബാക്കിയുണ്ടാവും. അത് കാരണമുള്ള ഒരു അട്രാക്ഷൻ, അത്രമാത്രമില്ല. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ്പെക്ട് ലാർജ് മാഗ്നറ്റിസം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സ്പെക്ട് ലാർജ് മാഗ്നറ്റിസം but actually possess small net magnetic moment. Small magnetic moment. കാരണം എന്താണ്? unequal alignment of magnetic moment in opposite directions. Okay, അപ്പൊ അതെങ്ങനെ കാണിക്കണം? അൺഈക്വൽ ആയിട്ട് കാണിക്കാം. ഓക്കെ, എത്ര ഉണ്ട്? 2, 4, 5 ഒരു ഡയറക്ഷനിൽ, 3 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ, എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ Fe3O4 MgFe2O4
magnesium ferrite. Okay, then Zn-Fe2O for zinc ferrite. Okay, അപ്പോൾ ഇത്രയാണ് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പറയാനുള്ളത്. ഇവിടേക്ക് നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പഴയ വീഡിയോസ് ഒന്നുകൂടി നോക്കുക, അങ്ങനെ ചാപ്റ്റർ ഒന്നുകൂടി തയ്യാറാക്കുക. ഓക്കെ, നമുക്കിനി പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.